ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കരുതിയ കുറച്ച് ആളുകൾ ഒരു ടൈം എത്തുമ്പോൾ നമ്മളത് മനസ്സിലാക്കും അവർ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടിട്ടില്ല എന്ന്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അത്രത്തോളം ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന്. പക്ഷേ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ആ ടൈമിലൊന്നും ഫോണും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞങ്ങളെല്ലാവരും കൂടെ വരുന്നു. എനിക്കങ്ങനെ പേഴ്സണലായിട്ട് ഫോണില്ല. അമ്മയുടെ ഫോണിൽ ഇങ്ങനെ കല്യാണം വിളിച്ച് പറയാൻ നമ്മളങ്ങനെ ചെല്ലുന്നു. അപ്പോൾ എനിക്ക് അവളെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു. സത്യം, എൻ്റെ കണ്ണ് നിറഞ്ഞു. പക്ഷെ അവൾക്ക് ആ ഒരു ഫീലിങ് ഇല്ല. സത്യം, എനിക്ക് അത്രത്തോളം എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. ഞാൻ എപ്പോഴും അവളെ കണ്ടിരുന്നെങ്കിലെന്നൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു. പക്ഷേ അവൾക്ക് അങ്ങനെ ഒന്നുമില്ല എന്ന് എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലായി. ചിലർ പറയത്തില്ലേ, നമ്മൾ എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചാലും തിരിച്ച് കിട്ടുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുക കേട്ടോ. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണാത്തവർ, നമ്മൾ മാത്രമായിരിക്കും അവർക്ക് 100% കൊടുക്കുന്നത്. അവർ നമുക്ക് ഇങ്ങോട്ട് തരത്തില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നമുക്ക് ബെറ്ററായിട്ടൊരാളെ കിട്ടും. ബെറ്ററായിട്ടുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടും. മസ്റ്റായിട്ട് നിങ്ങൾക്കത് കിട്ടും. കാരണം അത് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്കിങ്ങനെ അനുഭവമോ അല്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മൾ വിചാരിക്കുന്നവർ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വിചാരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.